കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതയുടെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളോടൊപ്പം അടുത്തു വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വേദഭാഗത്ത് നിന്നാണ് ഇന്ന് പ്രസ്താവിക്കാൻ പോകുന്ന ചിന്ത ഉടലെടുക്കുന്നത്. മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസിന്റെ ശുശ്രൂഷയുടെ ഫലം അതിന്റെ ദൈർഘ്യത്തെ ആശ്രയിച്ചിരുന്നില്ല. എരിയുന്ന പന്തം പോലെ അവൻ തന്റെ ചുറ്റുപാടുകളിൽ വിളങ്ങി ശോഭിച്ചിരുന്നു. അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ലഭിച്ച ധാരണ അവൻ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് എന്തെങ്കിലും സാധിക്കുന്നു എന്നല്ല, ദൈവത്തിന്റെ ശക്തി അവനിലൂടെ ബഹിർഗമിക്കുന്നു എന്നുള്ളതായിരുന്നു. അവന്റെ ജീവിതം ഫലപ്രദമായതിന്റെ കാരണം ഇതുതന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 8-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ്. കൃപയും ശക്തിയും നിറഞ്ഞവനായി അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ എന്നീ ഉദ്ധരണികൾ നമ്മൾ കാണുമ്പോൾ ആ വിഷയം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. തന്റെ ജീവിതം കൊണ്ട്, മരണം കൊണ്ടുപോലും സ്തെഫാനോസ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കള്ളസാക്ഷികൾ തന്റെ മേൽ കുറ്റാരോപണം ചെയ്ത സമയം വാശിക്കും ഈർഷ്യയ്ക്കും നീരസത്തിനും വശംവദനാകാതെ സ്നേഹത്തിന്റെ ആത്മാവിൽ അവനവരെ വീക്ഷിച്ചു. അവസാനമായി തന്റെ രക്ഷകനെ പോലെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടത്രേ അവൻ പ്രാണൻ വിട്ടത്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തുവിനിൽ മഹിമപ്പെടണമെന്ന വിശുദ്ധ പൗലോസ് അംഗീകരിച്ച പ്രമാണം സ്തെഫാനോസിന്റെ ജീവിത സാക്ഷ്യത്തിന്റെ ധ്വനി പോലെ നമുക്ക് തോന്നും. പ്രതികൂല ശക്തികളാൽ നിരോധിക്കപ്പെട്ട ആയുസിന്റെ മധ്യത്തിൽ ഛേദിക്കപ്പെട്ടവനായ സ്തെഫാനോസിന്റെ ജീവിത സാക്ഷ്യം പക്ഷേ കേവലം നിഷ്ഫലമാണെന്ന് തോന്നിയേക്കാം. അന്നത്തെ ലോകം വിധിച്ചു തള്ളുന്നതും അങ്ങനെയാവാം. എന്നാൽ വാസ്തവം എങ്ങനെയായിരിക്കുന്നു? സ്തെഫാനോസ് മരിച്ചില്ലെങ്കിൽ വിശുദ്ധ പൗലോസിനെ ക്രിസ്തു സഭയ്ക്ക് ലഭ്യമാകുമായിരുന്നു. സ്തെഫാനോസിന്റെ മരണസമയത്തെ പ്രാർത്ഥനയല്ലേ യൗവനക്കാരനായ ശൗലിനെ മാനസാന്തരത്തിലേക്ക് ആനയിച്ച ഒരു ഘടകം? അപ്പോഴപ്പോൾ നമുക്ക് ദൈവേഷ്ടമെന്ന് ബോധ്യപ്പെടുന്ന വഴികളിൽ കൂടെ നാം വിശ്വസ്തരായി ജീവിതയാത്ര ചെയ്യണമെന്നല്ലാതെ ഫലം കണ്ട് നമ്മുടെ പ്രവൃത്തി പരിപാടി ക്രമപ്പെടുത്താനോ തൃപ്തി അടയുന്നതിനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കും പറയാം, സ്തെഫാനോസിനോട് ചേർന്ന്, പൗലോസിനോട് ചേർന്ന്, കർത്താവെ, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് എനിക്ക് കൃപ നൽകണമേ എന്ന് കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് തന്ന ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും നല്ല വചനങ്ങൾ ധ്യാനിക്കുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനം ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ജീവനും ചൈതന്യവും ഉള്ളത് തന്നെ എന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കണമേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാക്കി തീർക്കണമേ എന്ന് കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ,